ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു രാജലക്ഷ്മീസ് കിച്ചൺ ചാനൽ. ഇന്ന് നല്ല ടേസ്റ്റും ക്രിസ്പിയുമായിട്ടുള്ള ഇന്ത്യൻ കോഫി മസാല ദോശയുടെ റെസിപ്പിയാണ് ചെയ്യുന്നത്. നമുക്ക് ആദ്യം ഫില്ലിങ് റെഡിയാക്കാം. ഒരു മീഡിയം സൈസ് ബീട്രൂട്ട് ഇതേ രീതിയിൽ കട്ട് ചെയ്തിട്ട് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് വേവിച്ചിട്ട് അരച്ചെടുത്തതാണ്. പാൻ നല്ല ചൂടാവുമ്പോൾ അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. എന്നിട്ട് 1/2 ടീസ്പൂൺ കടുക്. ഞാൻ ഉഴുന്ന് പരിപ്പോ വറ്റൽമുളകോ ഒന്നും ചേർക്കാറില്ല. എന്നിട്ട് അല്പം കറിവേപ്പില, 2 മീഡിയം സൈസ് സവാള ഇതേപോലെ കനം കുറച്ചരിഞ്ഞതാണ്. അത് വഴണ്ട് വരുമ്പോൾ അതിലേക്ക് ഒരു 3 പച്ചമുളകും 1 ടീസ്പൂൺ ഇഞ്ചി കട്ട് ചെയ്തതും ചേർക്കാം. നമുക്ക് അതിനോടൊപ്പം കട്ട് ചെയ്ത ക്യാരറ്റും ബീൻസും ഇടാം. 1/4 കപ്പ് വീതമായിരുന്നു എടുത്തിരുന്നത്. എന്നിട്ട് അതൊന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കണം. ഒന്നുകൂടെ അത് വേകാനുണ്ട്. അല്പം വെള്ളം ഒഴിച്ച് അടച്ചു വെച്ചിട്ട് 1-2 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അത് നല്ല സോഫ്റ്റ് ആവും ഒന്നുകൂടെ. എന്നിട്ട് നമ്മൾ അരച്ച് വെച്ച ബീട്രൂട്ട് അതിലേക്ക് ചേർക്കാം. അത് 1-2 മിനിറ്റ് ഇതുപോലെ കുക്ക് ചെയ്തെടുക്കണം. 3 മീഡിയം സൈസ് പൊട്ടാറ്റോ എടുത്ത് അതൊന്ന് ബോയിൽ ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് സ്മാഷ് ചെയ്ത് ചേർക്കണം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും, ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്താൽ മതിയാകും. എന്നിട്ട് നല്ല ചൂടുള്ള വെള്ളം 1 കപ്പ് ഒഴിക്കണം. എന്നാലും അതെല്ലാം നല്ലപോലെ വെന്ത് കിട്ടുകയുള്ളൂ. ഒന്നുകൂടെ അതിലെ മസാലകളൊക്കെ അതിൽ പിടിക്കാനാണ്. എന്നിട്ട് നല്ലൊരു ഫ്ലേവർ കൊടുക്കുകയും മല്ലിയില ചേർക്കുമ്പോൾ ഇപ്പോൾ നല്ലൊരു ഫ്ലേവറുണ്ട് മസാലയ്ക്ക്. നമുക്ക് ഇതിങ്ങനെ തിക്കായിട്ട് വേണമെങ്കിലും ഉണ്ടാക്കാം. അതല്ലെങ്കിൽ അല്പം കൂടെ വെള്ളമൊഴിച്ച് ലൂസാക്കി എടുക്കാവുന്നതാണ്. ഇത് അധികം അങ്ങ് ലൂസാവാതെയാണ് ഞാൻ എടുത്തത്. നമുക്കിനി ദോശ ചുട്ടെടുക്കാം. കല്ല് നല്ല ചൂടായി വരുമ്പോൾ അതിലേക്ക് അല്പം നല്ലെണ്ണ ഒന്ന് തൂകിയിട്ട് ചൂട് ബാലൻസ് ആവാൻ വേണ്ടി തണുത്ത വെള്ളം ഇതുപോലെ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്താൽ നന്നായിരിക്കും. എന്നിട്ട് നമുക്ക് ഒരു തവി ബാറ്റർ അതിലേക്ക് ഒഴിക്കാം. നല്ല തിന്നായിട്ട് ഇതേ രീതിയിൽ പരത്തിയെടുക്കണം. നമ്മൾ ഏത് ബാറ്റർ വെച്ചിട്ടും നമുക്ക് ഈ ദോശ ഉണ്ടാക്കാവുന്നതാണ്. വീട്ടിൽ സാധാരണ ഉണ്ടാക്കുന്ന ദോശ ബാറ്റർ ആയാലും മതിയായിരിക്കും. അതല്ലെങ്കിൽ ഞാനിതിന് മുന്നേ ഉരുളക്കിഴങ്ങ് മാത്രം വെച്ചിട്ടുള്ള മസാല ദോശയുടെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലാത്തവർ കണ്ടു നോക്കണേ. അതിൽ ഉണ്ടാക്കിയിട്ടുള്ള ബാറ്റർ ആയാലും മതിയായിരിക്കും. നമുക്കിനി ഫില്ലിങ് വയ്ക്കാം അതിലേക്ക്. എന്നിട്ട് അതൊന്ന് ചെറുതായിട്ട് ക്രിസ്പിയായി വരുമ്പോൾ അല്പം നെയ്യ് ഇതുപോലെ ഒന്ന് തൂക്കി കൊടുക്കണം. ഇപ്പോൾ ഏകദേശം അത് നല്ല ക്രിസ്പിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കത് മറിച്ചിടാം. മറിച്ചിട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് മടക്കിയെടുക്കണം. ഇതേ രീതിയിൽ അതിൻ്റെ പുറത്തും അല്പം നെയ്യ് തൂകിയാൽ നന്നായിരിക്കും. ഒന്നുകൂടെ ക്രിസ്പി ആവുകയും നെയ്യുടെ നല്ലൊരു ഫ്ലേവറും ഉണ്ടാകും. ഫ്രണ്ട്സ്, എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യാനും കൂടാതെ റിപ്ലൈ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ല റെസിപ്പിയുമായി വരുന്നവരെ നന്ദി.